പരാതിക്കാരിയെ പരസ്പരം കൈമാറുന്ന പോലീസ് ഉന്നതർ. ഒരു പരാതിയുമായി അവകാശ തർക്കത്തിന്റെ ഒരു പരാതി തീർക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാണവർ. ആ പോലീസ് സ്റ്റേഷനിലെത്തി അവർക്ക് നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പരാതി വാങ്ങിച്ച CI അവരുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തി അവരെ ബലാത്സംഗം ചെയ്യുകയാണ്. ബലാത്സംഗത്തിന് ഇരയാക്കുന്നതിന് ആ വീട്ടിലേക്ക് വന്നതിന് സാക്ഷിയുണ്ട് എന്ന പരാതിക്കാരി നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. പോലീസ് ഉന്നതരുടെ ക്രൂരത അത് ആ ഒരു CIയിൽ ഒതുങ്ങുന്നില്ല. 2022 മലപ്പുറത്ത് നടന്ന ഈ സംഭവത്തിന്റെ തുടർച്ചയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട്. പരാതിക്കാരിയോട് മോശമായി പെരുമാറിയ CI, ആ മോശമായി പെരുമാറിയ CI വിനോദിനെ കുറിച്ച് പരാതിപ്പെടാൻ ചെന്നത് ഡിവൈഎസ്പി VV ബെന്നിയുടെ അടുത്ത്. ഡിവൈഎസ്പി VV ബെന്നി ആ പരാതി തമാശയാക്കി കളയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ. അതേക്കുറിച്ചും അവർ പറയുന്നുണ്ട്. വിശദമായ അഭിമുഖം തന്നെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി, അവരെയും മക്കളെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ പരാതി മുകളിലേക്ക് പോകാതിരിക്കാൻ SP സുജിത് ദാസിന് കഴിഞ്ഞത്. SP സുജിത് ദാസ് ആണ് ഈ പരാതി പിടിച്ചുവെച്ചത്. എല്ലാം താൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് അവരെ ആവർത്തിച്ച് ചൂഷണത്തിന് ഉപയോഗിച്ചതും SP സുജിത് ദാസ് ആണ്. SP സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നു, സസ്പെൻഷനിലായിരിക്കുന്നു. പക്ഷേ ഇതുപോലെ ഒരു പുഴുക്കുത്ത് അത് പോലീസ് സേനയിൽ വേണോ എന്നുള്ളതാണ് അറിയേണ്ടത്. വസ്തുസംബന്ധമായ പ്രശ്നം പരിഹരിക്കാൻ പരാതിയുമായി പോയ ഒരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തതിന് എന്ത് ന്യായമാണുള്ളത് സാർ നിങ്ങൾക്കിനി പറയാൻ? യുവതി പരാതി നൽകിയത് പൊന്നാനി CIക്കാണ്. ഒരു സ്ത്രീ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചുള്ള പരാതി മേലുദ്യോഗസ്ഥനോട് പറയുമ്പോൾ എന്താണ് സ്വീകരിക്കേണ്ട നടപടി? ഡിവൈഎസ്പി സാർ, താങ്കൾ എന്താണ് ചെയ്തത്?